ഹലോ, നമ്മളിപ്പോൾ കണ്ട തിരുവാതിരയില്ലേ, അതിൻ്റെ മേക്കപ്പ് വർക്കിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അർച്ചനയ്ക്ക് ഭയങ്കര നന്നായിട്ട് ചേരുന്നുണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഈ കെരാട്ടിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ മുടി ലെയർ കട്ട് ചെയ്തതായതുകൊണ്ട് ഇത് മാർമുടിയുടെ കൂടെ പിന്നിയെടുക്കാൻ നല്ല പാടായിരുന്നു. 2-3 പ്രാവശ്യം ചെയ്തിട്ടും എനിക്ക് തൃപ്തിയായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഫുൾ മുടിയും ഒറിജിനൽ മുടി ഫുള്ള് മുകളിൽ ചുറ്റി വെച്ചിട്ട് ബാക്കി വാർമുടി നല്ല ഭംഗിക്ക് പിന്നീടുമാണ് അവസാനം ചെയ്തത്. വിട്ടു പോകാനും കുഴപ്പമില്ല, പോകുന്നത് കവർ ചെയ്തോളൂ. ഇതിനേക്കാളും വേറെ ഇത് ഭയങ്കര വൃത്തികേടാണ്. അതിനൊക്കെ പറ്റത്തില്ല, ശരിയാണ്. ഞാൻ അടി ഇവരുടെ തലയിൽ വയ്ക്കാനുള്ള പൂ അപ്പോൾ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം പൂ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വയ്ക്കാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അടുത്ത ആൾക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് മുടി നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ശ്രീകലാ മിസ്സിനാണ്. മിസ്സിന് പിന്നെ വാർമുടിയുടെ ആവശ്യമില്ല. മിസ്സിൻ്റെ മുടി തന്നെ നല്ല ലെങ്ത് ഉള്ളതാണ്. ചേച്ചിക്ക് ഇത് മതി, ഇനി മറ്റേ വാർമുടി വേണ്ട. മിസ്സിൻ്റെ മുടിക്ക് കുറച്ചുകൂടെ തിക്നെസ് തോന്നാനായിട്ട് 3ആയിട്ട് എടുത്ത് പിന്നുന്നതിന് പകരം നമ്മൾ മുടി 5ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പിന്നിയെടുത്തിരിക്കുന്നത്. ഹെയർ സെറ്റിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ഓരോരുത്തരെയായിട്ട് സെറ്റ് പിടിപ്പിച്ചെടുക്കുകയാണ്. ഇവർ സ്ഥിരം തിരുവാതിരകളി ടീമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കളിക്ക് അവർ ഓരോ കളറ് സെറ്റ് മുണ്ടാണ് എടുക്കുന്നത്. ഇത്തവണത്തെ സെറ്റ് മുണ്ടും വളരെ ഭംഗിയുള്ളതായിരുന്നു. അവൻ്റെ ബ്ലൗസൊക്കെ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി. നല്ല പൊക്കമുള്ളവർക്ക് പറ്റിയ നല്ല നീളൻ സെറ്റ് മുണ്ടായിരുന്നത്.
അതുകൊണ്ട് ചിലർ ഉടുപ്പിക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. കാരണം അവരുടെ പൊക്കത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണ്ടേ. അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. എങ്കിലും എല്ലാവരെയും നല്ല വൃത്തിയായിട്ട് ഉടുപ്പിച്ചെടുക്കാൻ പറ്റി. ബ്ലൗസൊക്കെ രീതിയല്ലേ? ഞാൻ ബ്ലൗസ് വെച്ചിട്ടില്ലേ അതവിടെ? നന്നായിട്ട് പൊക്കിയ കെട്ടിയേക്കണേ. കലച്ചേച്ചി ഇവിടെ നിന്ന് ഒരു പിന്നു കുത്തിയിട്ട് ആയില്ലടാ, ആയിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ആക്കിയിട്ടില്ല. ഇത് കണ്ടോ കലച്ചേച്ചി? ഞാൻ ആക്കിയിട്ടില്ല. എല്ലാവരും തലമുടിയും സെറ്റും മുണ്ടുമെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് പൂവെത്തിയത്. ഇനി നമുക്ക് അവർക്ക് പൂ വെച്ച് കൊടുക്കാം. എന്തോരം വേണം അവർക്ക്? 2 വയസ്സ്. അങ്ങനെ അതുപോലെ പൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അവരോട് അഭിപ്രായം ചോദിച്ച് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. നല്ല രസമുണ്ടല്ലേ? സൂപ്പറായിട്ട് അവരെ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ പൂവ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ കഴ കാണും. ഓക്കെ.
ഇത് ശ്രീലത ചേച്ചി. ശ്രീലത ചേച്ചി എല്ലാ പ്രാവശ്യവും ഇവരുടെ കൂടെ ടീമിലുള്ള ആളാണ്. പക്ഷേ ഇത്തവണ ചേച്ചിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിലും ചേച്ചി അവരെപ്പോലെ തന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് റെഡിയായിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. ഇനി അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ചെറിയൊരു ഫോട്ടോഷൂട്ട്. അല്ല ചെത്തിപ്പോ വെച്ചില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.